മമത കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലെത്തി. നോക്കുമ്പോ 4 ചുറ്റിനും ഭിത്തിയാണ്. ഒരുപാട് മുറികളും. മുറികളിലെല്ലാം ബെഡും അലമാരയും. നല്ല അടുക്കളയും ഉണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ ടെറസ് ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് അവള് ഞെട്ടിപ്പോയി. ഈ വീട്ടിലെല്ലാം ഉണ്ട്, ടെറസ് ഇല്ലല്ലോ. നോക്ക് മോളെ, ഈ കുടുംബത്തിന്റെ പാരമ്പര്യമാണിത്. മമ്മത്തേക്ക് ഈ കാര്യം ദഹിച്ചില്ല. പരമ്പരയാണെന്ന് പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായിയമ്മ, അമ്മായി അച്ഛൻ അല്ലാതെ ഒരുപാട് പേരുണ്ടായിരുന്നു. ചേട്ടത്തി മരിച്ചുപോയിരുന്നു. അവൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അടുക്കള കേറിയപ്പോഴേക്കും ഈശ്വര, അടുക്കളയിൽ നല്ല വെയില് വന്നുണ്ടല്ലോ, ചൂടെടുത്ത് ചാവും. മമതയ്ക്ക് അത് താങ്ങാൻ പറ്റാതെ തല കറങ്ങി വീണു. അപ്പോഴേക്കും അടുക്കളയിൽ കുടുംബക്കാര് മുഴുവൻ വന്നു. ഈ കാലത്ത് പെമ്പിള്ളേർക്ക് ഒരു ശക്തിയുമില്ല. പായൽ, നീ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു വാ. അവളുടെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കാൻ പറ. എനിക്ക് വിശന്നിട്ട് വയ്യ. ശരി പപ്പ. പായൽ നേരെ മമതയുടെ ദേഹത്ത് ഒരു ബക്കറ്റ് വെള്ളം കോരിയൊഴിച്ചപ്പോ അവൾക്ക് ബോധം വന്നു. മമതയ്ക്ക് അവരുടെ ബിഹേവിയർ ഒട്ടും ഇഷ്ടായില്ല. എങ്ങനെയൊക്കെയോ അവൾ ആഹാരം വെച്ച് എല്ലാരും കഴിച്ചു. മമതയുടെ ഇന്ന് ആദിരാത്രി ആയിരുന്നു. ആദിരാത്രി കഴിഞ്ഞ് അവൾ കുറച്ചു കഴിഞ്ഞപ്പോ എണീറ്റു. പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്തു. ബെഡും സാധനങ്ങളൊക്കെ നനയാൻ തുടങ്ങി. മമത പെട്ടെന്ന് വീടിന്റെ പുറത്തിറങ്ങി നോക്കി. വേറെ ഏതോ വീടിന്റെ കൂരയിൽ പോയി ഇരുന്നു. അപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ അവിടെ ചെന്നു. എടി വൃത്തികെട്ട പെണ്ണെ, നിനക്ക് ചൂടും പറ്റില്ല മഴയും പറ്റില്ല, എന്നിട്ട് വല്ലവന്റെ വീട്ടിൽ വന്നിരിക്കുന്നോ? ഇങ്ങനത്തെ പെണ്ണുങ്ങളെയൊക്കെ ബെൽറ്റൂരി അടിക്കണം. ഞാൻ ബെൽറ്റ് എടുത്തിട്ട് വരാം, അല്ലാതെ നടക്കില്ല ഈ കാര്യം. വേണ്ട പായൽ, എന്റെ കൈ ബെൽറ്റ് ഉണ്ട്. ഭർത്താവ് വീട്ടുകാരുടെ ഈ പെരുമാറ്റം കണ്ട് അവള് ഞെട്ടിപ്പോയി. ഇടിവെട്ട് മഴയും നല്ല മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു. മമതയുടെ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും അവളെ വലിച്ചഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാവരും ആ മഴയത്ത് തന്നെ സുഖമായി കിടന്നുറങ്ങി. മമതയ്ക്ക് ഉറക്കം വന്നില്ല. അവള് രാവിലെ വരെ അങ്ങനെ ഇരുന്നു. ഉച്ചയായപ്പോൾ അവളുടെ വീട്ടുകാരെല്ലാവരും പുറത്തേക്ക് പോയി. ഈ വീട്ടിലെ എല്ലാവരും എന്ത് വൃത്തികെട്ടന്മാരാ. ബാക്കിയുള്ള വീട്ടിലൊക്കെ ടെറസ് ഉണ്ടല്ലോ, ഈ വീട്ടില് മാത്രമില്ല. എനിക്കൊന്ന് അറിഞ്ഞാ കൊള്ളാം. മമത അവളുടെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു. അപ്പോഴേക്കും കുറച്ച് സ്ത്രീകൾ നടക്കുകയായിരുന്നു. അവൾ അവരെ വിളിച്ചു വരുത്തി. അതെ, എനിക്കൊരു കാര്യം അറിയാനായിരുന്നു. ഈ വീട്ടിലെന്താ ടെറസ് ഇല്ലാത്തത്? ഈ കുടുംബത്തിന് എന്തെങ്കിലും അങ്ങനെ പരമ്പര വല്ലതും ഉണ്ടോ? നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ പുറത്ത് കറങ്ങാൻ പോയി കാണും. അതാ നീ ഇങ്ങനെ ഞങ്ങളോട് സംസാരിക്കുന്നത്. അത് പിന്നെ നിന്റെ വീട്ടുകാരെല്ലാരും ടെറസൊക്കെ പണിയാൻ നോക്കിയിരുന്നു. പക്ഷെ എപ്പ പണിതാലും അത് താഴെ പൊട്ടി പോവും. ഒരുപാട് എഞ്ചിനീയേഴ്സ് ഒക്കെ വന്ന് നോക്കി. അത് കൂടാണ്ട് വലിയ താന്ത്രികന്മാരും വന്നു. എപ്പോഴൊക്കെ ടെറസ് ഉണ്ടാക്കുവോ അത് തന്നെ താനെ പൊടിഞ്ഞു താഴത്തോട്ട് വീഴും. പക്ഷെ അതിന്റെ പുറകെ എന്തെങ്കിലും കാരണം ഉണ്ടാകണ്ടേ? നിന്റെ ചേട്ടത്തിയമ്മ മരിച്ചുപോയില്ലേ, അതിനുശേഷമാണ് ഇതെല്ലാം ഉണ്ടാവുന്നതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിനു മുമ്പ് വരെ ഇവിടെ ടെറസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടുന്ന് പെട്ടത് പോട്ടെ. നിന്റെ വീട്ടുകാരും എല്ലാം കണ്ടാലേ നിനക്ക് നല്ല വഴക്ക് കിട്ടും, അതാട്ടോ. ഇത്രയും പറഞ്ഞ് അവരവിടുന്നങ്ങ് പോയി. പയ്യെ വൈകുന്നേരം ആയപ്പോ മമത ആഹാരം എല്ലാം ഉണ്ടാക്കി വെച്ചു. അവളുടെ വീട്ടുകാരെല്ലാം കുടിച്ചിട്ടാ വന്നേ. എല്ലാരും ഭക്ഷണം കഴിക്കാനിരുന്നു. എന്നാ വൃത്തികെട്ട ഭക്ഷണം അടിയത്? നിന്റെ അച്ഛനും അമ്മയൊന്നും നിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലടി. നമുക്ക് ഇവളെ പൂട്ടിയിട്ട് അടിക്കാം. നമുക്ക് കൊറേ ആയിട്ട് ആരെ അടിക്കാൻ കിട്ടിയില്ല. സത്യം അമ്മ പറയണത്. ഭദ്രകാളിയെ ഞാനും 2 അടിക്ക് ഉറപ്പാ. അയ്യോ വേണ്ട, ഇനി ഞാൻ ഈ തെറ്റൊന്നും ചെയ്യില്ല. ഒന്നും മിണ്ടായിരിക്കടി പെണ്ണേ, ഞങ്ങൾ ക്ഷമിക്കാനൊന്നും പോണില്ല. നല്ല ദേഷ്യം വന്നിരിക്കുക. അവളെ വീട്ടുകാരെല്ലാരും കൂടെ വടിയെടുത്ത് അടിക്കാൻ തുടങ്ങി. അവള് നല്ല രീതിയിൽ നിലവിളിക്കുന്നുമുണ്ടായിരുന്നു. പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. എന്നും മമതേനെ അവരടിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ചൂട് കാരണം അവൾ എന്നും തലകറങ്ങി വീഴുമായിരുന്നു. രാത്രി മുഴുവൻ മഴ പെയ്യുമ്പോഴും അവൾ ഉറങ്ങാതെ നനഞ്ഞവിടെ ഇരിക്കുമായിരുന്നു. അവൾക്ക് ഒട്ടും വയ്യാതെ ആയിത്തുടങ്ങി. അവളുടെ വീട്ടുകാര് പുറത്തെവിടെ പോയപ്പോഴേക്കും ഈ വീട്ടുകാർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്തായാലും ഉണ്ട്. ഈ രഹസ്യം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മമത അവിടുത്തെ മുറികളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അപ്പൊ അവൾക്കൊരു പഴയ ഡയറി കിട്ടി. അത് ചേട്ടത്തിയുടെ ഡയറി ആയിരുന്നു. എന്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തവരെ ഇവിടെ ഈ വീടിന് ടെറസ് ഉണ്ടാവില്ല. ഈ വീട്ടിലെ മരുമക്കളെ എപ്പോഴൊക്കെ ഉപദ്രവിക്കുമോ അപ്പോഴൊക്കെ ഇടിവെട്ടി മഴ പെയ്യും. ഏതെങ്കിലും മരുമക്കൾ ഇവർക്ക് എതിരായി നിന്നാൽ അപ്പൊ തന്നെ മഴ പെയ്യുന്നത് നിൽക്കും. ചേട്ടത്തിക്കുണ്ടായ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരുന്നു മമതയ്ക്കും ഉണ്ടായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ചേട്ടത്തി ഡയറി എഴുതി വെച്ച് വീട്ടിൽ തന്നെ ഒരു മുറിയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്തു. മമത ആ ഡയറി വായിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ അർത്ഥം ചേട്ടത്തി മരിക്കാൻ കാരണം ഇവരൊക്കെ തന്നെയാണല്ലേ? ഇതിനെ ഒളിപ്പിക്കാൻ വേണ്ടി അവര് പരമ്പരയാന്നൊക്കെ പറഞ്ഞല്ലേ? രാത്രിയാകുമ്പോ അവർ വീണ്ടും കുടിച്ചിട്ട് വരും. രാത്രിയായപ്പോൾ മമത വേറെ ആരുടെയോ വീട്ടിലെ വരാന്തയിൽ പോയിരുന്നു. അപ്പോഴേക്കും കുടുംബക്കാര് മുഴുവൻ അവിടെ എത്തി. വിക്രം അവളുടെ മേൽ കൈ പൊക്കിയപ്പോ തന്നെ മമത അവന്റെ കൈ ഒന്ന് വളച്ചു. വിക്രം നിലവിളിക്കാൻ തുടങ്ങി. കുറെയായി നിങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് എന്നെ. ഇനി ഈ കാര്യമൊന്നും ഇവിടെ നടക്കില്ല. അവൾ ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ മഴ നിന്നു. അപ്പൊ തന്നെ മമത ആലോചിച്ചു, ഞാൻ ഇവരെ എതിർത്തപ്പോ മഴ തന്നെ നിന്നു. അപ്പൊ ഡയറിയിൽ എഴുതിയത് സത്യമായിരുന്നു. ചേട്ടത്തിയുടെ ആത്മാവ് ഇവിടെ എവിടെയുണ്ട്. അടുത്ത ദിവസം രാവിലെ മമത വീട്ടുകാരെ മുഴുവനും കയറ് വെച്ച് കെട്ടിയിട്ടു.
എന്നിട്ട് അവൾ പുറത്തുപോയി മേസ്ത്രിയെയും മണ്ണും സിമന്റും ഒക്കെ കൊണ്ടുവന്നു. മേസ്ത്രി അപ്പൊ പറഞ്ഞു, എന്റെ ചേച്ചി വെറുതെ പൈസ കളയല്ലേ. ഞങ്ങളിവിടെ കുറെ പ്രാവശ്യം ടെറസ് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ നിന്നില്ല. ഇവിടെ ടെറസ് പണിയും ഇല്ലെങ്കിൽ ഇവരുടെ മേത്ത് വീഴും. വീട്ടുകാരൊക്കെ പേടിച്ചു പോയി. മോളെ, നീ അങ്ങനെ ചെയ്യല്. നീ ടെറസ് പണിതാൽ ആ ടെറസ് മുഴുവൻ ഞങ്ങളുടെ ദേഹത്തോട്ട് വീഴും. മിണ്ടാതിരിക്കത്തള്ളേ. ചേട്ടത്തി എവിടെയുണ്ടെങ്കിലും ആ ആത്മാവിന് ശാന്തി ലഭിച്ചിരിക്കും. ഇന്ന് ഇവരെല്ലാരും ടെറസിന്റെ അടിയിലും മരിച്ചു പോകും. അങ്ങനെ പയ്യെ പയ്യെ മേസ്ത്രി ടെറസ് ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ വീട്ടുകാരൊക്കെ, മരുമോളെ ഞങ്ങളോട് ക്ഷമിക്ക്. ഇനി തൊട്ട് ഞങ്ങൾ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. എന്റെ അടുത്ത് മാത്രോ? ഇതിന് ശേഷം ഒരു മരുമകളുടെ അടുത്തും ഞങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല മോളെ. ഞങ്ങളിനി കുടിക്കുകയില്ല. മേസ്ത്രി ടെറസൊക്കെ പണിതു, പക്ഷെ അത് താഴെ വീണതുമില്ല. കൊടുങ്കാറ്റ്, മിന്നല്, മഴയൊക്കെ പെയ്തിട്ടും അത് വീണില്ല. ചേട്ടത്തിയുടെ ആത്മാവോടെ പ്രത്യക്ഷപ്പെട്ടു. മമത, ഇന്നിവര് മാപ്പ് പറഞ്ഞു. എന്റെ ആത്മാവിന് ശാന്തി കിട്ടിയത് ഇന്ന് നീ ഇതൊക്കെ ചെയ്തുകൊണ്ടാ. പക്ഷെ ഏതെങ്കിലും മരുമക്കളെ ഉപദ്രവിക്കുകയാണെന്ന് അറിഞ്ഞാൽ ടെറസ് ഇവര് ഉറങ്ങുമ്പോൾ മാത്രമായിരിക്കും ഇടിഞ്ഞു വീഴുന്നത്. ഞങ്ങളോട് ക്ഷമിക്കരാധേ. ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. അവളുടെ ആത്മാവ് അപ്രത്യക്ഷമായി. അതിനുശേഷം എല്ലാരും സന്തോഷത്തോടെ ജീവിച്ചു. എന്ത് കഷ്ടം അമ്മ. ഇതുകൊണ്ടാ ഞാൻ ഈ ഗ്രാമത്തിൽ വരാത്തത് തന്നെ. ഇവിടെ ഫോണിനൊരു നെറ്റ്വർക്കും ഇല്ല. ഞാൻ കരുതിയത് ഈ ഗ്രാമത്തിൽ വന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കണമെന്നാ. ഇവിടെ ടവറും ഇല്ല. അതെ മോളെ, ഇവിടെ ദൂരത്തൊരു ടവറുണ്ട്, അത്രേ ഉള്ളൂ. ഒട്ടും വിഷമിക്കണ്ട. കുറച്ച് കഴിയുമ്പോ ഇവിടെ അടുത്തൊരു ടവർ വെക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് ഈ ബുദ്ധിമുട്ട് വരില്ല. അപ്പോഴേക്കും അവിടെ ചിറ്റ വരും. എന്റെ ചേട്ടത്തി സുഹാനെ, വാ, ടെറസിൽ ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചേക്കാ, തണുത്തു പോകും. ടെറസിൽ എന്തിനാ? എന്റെ പൊന്നുമോളെ, ഗ്രാമത്തിലെ എല്ലാവരും കാറ്റൊക്കെ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ മുറ്റത്തിരുന്ന് കഴിക്കാന്ന് കരുതിയപ്പോ വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ടെറസിൽ പോയി തന്നെ കഴിക്കാം. തണുത്ത കാറ്റ് കിട്ടുമ്പോ ഭക്ഷണത്തിന് നല്ല രുചിയും കൂടും. ഈ മുറിയിലൊക്കെ ഇരുന്ന് ശ്വാസം മുട്ടുന്നേ. പക്ഷെ അമ്മയ്ക്ക് അറിയാലോ, എനിക്ക് ടെറസിൽ പോയിരുന്ന് ആഹാരം കഴിക്കണ ഇഷ്ടമല്ല. എന്റെ പൊന്നുമോളെ, സ്വന്തം വീടായോണ്ട് കൊള്ളാം ഇതൊക്കെ. നീ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാ ഇതൊക്കെ അവിടെ നടക്കുവോ മോളെ? സ്വന്തം വീട്ടില് ചെറിയ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ അവിടെ ചെല്ലുമ്പോ നീ എന്താകും? ഇനി എങ്ങനെ നിന്നെ കെട്ടിക്കൊണ്ട് പോണ സ്ഥലത്ത് ടെറസിലിരുന്ന് ഭക്ഷണം കഴിച്ചാലോ നീ എന്ത് ചെയ്യും? എന്റെ പൊന്നമ്മ, ഗ്രാമത്തിലുള്ളവരൊക്കെയല്ലേ ഇങ്ങനെ. ഞാൻ എന്തായാലും നഗരത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കുള്ളൂ. ശരി ശരി, നീ ഇപ്പൊ വന്നൊന്ന് കഴിക്ക്. സുഹാനയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ടെറസിൽ പോയിട്ട് എല്ലാവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. അങ്ങനെ കുറെ നാള് നീണ്ടുപോയി. സുഹാനയുടെ കോളേജ് പഠിത്തവും തീർന്നു. സുഹാനയുടെ അച്ഛനും അമ്മയും നഗരത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. സുഹാന കിട്ടുന്നത് വിയോമിനെയാണ്. കല്യാണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം സുഹാന എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോ അവളെ നാത്തൂനും അമ്മായി അമ്മയും വിളിക്കാൻ തുടങ്ങും. മോളെ, ആഹാരം ആയെങ്കിൽ ഒന്ന് കൊണ്ടുവാ. ചേട്ടത്തി, സലാഡും കൂടെ കൊണ്ടുവരണേ. ശരി ശരി. സുഹാന ഭക്ഷണവും കൊണ്ട് നേരെ ഡൈനിങ് ടേബിളിൽ എത്തിയപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാരും എവിടെ പോയി? എല്ലാരും ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ വിളിക്കല്ലായിരുന്നോ? അപ്പോഴേക്കും അവളെ വീണ്ടും ഒരാള് വിളിക്കാൻ തുടങ്ങി. മോളെ, വിശന്നിട്ട് കുടല് കരിയുവാ, പെട്ടെന്ന് കൊണ്ടുവാ. അച്ഛാ, ഞാൻ ഭക്ഷണം കൊണ്ട് നിൽക്കുക. നിങ്ങളൊക്കെ എവിടെയാ? ഈ സിനിമയെ കാണുന്ന പോലെ നിങ്ങൾ ഇൻവിസിബിൾ ഒക്കെ ആയോ? എവിടെ പോയി കിടക്കുവാ? ഞങ്ങളെല്ലാരും ടെറസിലുണ്ട്. ഭക്ഷണം കൊണ്ടുവാ, നല്ല കാലാവസ്ഥയാണ്. ടെറസ് എന്ന് കേട്ടപ്പോ തന്നെ അവള് ഞെട്ടിപ്പോയി. അവൾ അങ്ങനെ ടെറസിലോട്ട് ഭക്ഷണം കൊണ്ടുപോയി. അവിടെ എല്ലാവരും കസേരയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഡൈനിങ് ടേബിൾ തന്നെ സെറ്റായിരുന്നു അവിടെ. അമ്മേ, ഇതൊക്കെ എന്തുവാ? ആ മോളെ, ഞങ്ങൾക്ക് മഴക്കാലമാണെങ്കിലും ടെറസിൽ ഇരുന്ന് കഴിക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാ ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ അങ്ങ് സെറ്റാക്കി. മഴ പെയ്താൽ ഞങ്ങളിതാ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. ടെറസിലേക്ക് തന്നെ ഭക്ഷണം കൊണ്ടുവാ. അയ്യോ, എന്തു കഷ്ടമായത്. അങ്ങനെ അവൾ ടെറസിലേക്ക് എല്ലാ ഭക്ഷണവും കൊണ്ടുവരും. കുറച്ചേരം കഴിയുമ്പോൾ നല്ല കാറ്റോടെ മഴ പെയ്യാൻ തുടങ്ങി അവിടെ. ആഹാ, നല്ല മഴയുണ്ടല്ലോ. നല്ല മഴയത്ത് ചൂട് ചൂട് ഭക്ഷണം. ആ മോള് പക്കോട ഉണ്ടായിട്ടുണ്ട്, എന്നാ പൊളിക്കും. ചേട്ടത്തിയും കൂടെ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ടെറസിലോ? അതും മഴയത്തോ? വേണ്ട വേണ്ട വേണ്ട. ഇത് നീ വേണ്ടെന്ന് പറയരുത്, ഇത് ഇവിടുത്തെ പാരമ്പര്യമാണ്. അങ്ങനെ സുഹാനെ അവിടെ തന്നെ ഇരുന്നു. കാറ്റ് കാരണം നല്ല രീതിയിൽ ടാർപോളിന് അനങ്ങുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ ഭക്ഷണത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ നാത്തൂൻ ഒരു പക്കോട എടുക്കാൻ വേണ്ടി പോയപ്പോ നല്ല കാറ്റ് കാരണം അവളുടെ കയ്യിൽ നിന്ന് ആ പക്കോട നേരെ സുഹാനയുടെ സാരിയിൽ വീണു. ഓ നോ, സാരിയിൽ വീണല്ലേ, സോറി കാറ്റ്. മോള് വിഷമിക്കേണ്ട, നല്ലതാ.
അപ്പോഴേക്കും മഴത്തുള്ളി അവളുടെ നെറ്റിയിലേക്ക് വീണു. എന്റെ ദൈവമേ, ഇതൊക്കെ എന്തുവാ? മോളെ വിഷമിക്കേണ്ട, പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഇതെല്ലാം വൈറ്റമിൻ ഡി ആണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. കഴിച്ചോണ്ടിരുന്നപ്പോ സുഹാനയ്ക്ക് തോന്നിയത് അവളേതോ അഡ്വഞ്ചറസ് ട്രിപ്പിന് വന്നതുപോലെയായിരുന്നു. അവള് കഴിച്ചോണ്ടിരുന്ന പക്കോടയിലും വെള്ളം, കറിയിലും വെള്ളമായിരുന്നു. ആ മോളെ, നീ ഒരു കാര്യം ചെയ്യ്, പച്ചമുളക് ഒന്നെടുത്തിട്ട് വാട്ടോ. സുഹാന താഴെ പോയിട്ട് പച്ചമുളകും എടുത്ത് നേരെ ടെറസിലോട്ട് പോകും. അങ്ങനെ അവൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി താഴെയും മേളിലുമായിട്ട് ഇറങ്ങി കയറേണ്ടി വന്നു. ഇതിപ്പോ ഒരു ശീലമായി. മഴ പെയ്തു എന്ന എല്ലാവരും ടെറസിന്റെ മേളിൽ തന്നെ ഭക്ഷണം കഴിക്കും. സുഹാനയ്ക്കാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് വയ്യാണ്ടായി പോയി. ഒരു ദിവസം അവളുടെ കാലിൽ വെള്ളമുണ്ടായിരുന്നോണ്ട് തന്നെ തെന്നിയടിച്ച് തറയിലോട്ട് വീഴും. ആ മോളെ, നോക്കി നടക്കണ്ടേ നീ? അമ്മ, നിങ്ങൾക്കെല്ലാം ടെറസിലിരുന്ന് ഭക്ഷണം കഴിക്കണതാണ് ഇഷ്ടമെങ്കിൽ ഒരു അടുക്കള മേളിൽ കെട്ട്. മഴ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാം. അങ്ങനെ സുഹാന പറഞ്ഞത് കൊണ്ട് തന്നെ ടെറസിലും ഒരു അടുക്കള സെറ്റാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോ കാലാവസ്ഥയൊക്കെ മാറി. അയ്യോ, വീണ്ടും പണിയാ. അങ്ങനെ സുഹാന ടെറസിൽ കെട്ടിയ അടുക്കളയിൽ തന്നെ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പൊടിയൊക്കെ അവളുടെ കണ്ണിൽ തന്നെ വീഴാൻ തുടങ്ങി. കാറ്റ് കാരണം ഗ്യാസും അണയാൻ തുടങ്ങി. അയ്യോ, വീണ്ടും ഗ്യാസ് അണഞ്ഞു പോയല്ലോ. എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുക? എങ്ങനെയൊക്കെയാണ് അവള് ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വേണ്ടി? ചിലപ്പോ നല്ല കൊടുങ്കാറ്റായിരിക്കും, ചിലപ്പോ നല്ല മഴത്തുള്ളികളായിരിക്കും, ചിലപ്പോ ഗ്യാസ് തന്നെ അണഞ്ഞു പോവും. അതുകൊണ്ട് അവള് ഭക്ഷണം ഉണ്ടാക്കാൻ ലേറ്റ് ആകും. അതിനവളെ എല്ലാരും വഴക്കും പറയും. എന്തുവാ ചേട്ടത്തി, ഞാൻ കോളേജിൽ പോകാൻ ലേറ്റ് ആവുന്നു. മഴയത്ത് ഓട്ടോ പോലും കിട്ടത്തില്ല എനിക്ക്. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റായി, വഴിയിലാണെങ്കിൽ ബ്ലോക്കും ഉണ്ട്. ഞാൻ പോവാ. നീ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നാ എനിക്ക് പ്രാന്ത് പിടിക്കും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു കാര്യം ചെയ്യാം, നേരത്തെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കാം. അടുത്ത ദിവസം തൊട്ട് വെതർ റിപ്പോർട്ട് നോക്കി അവൾ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെക്കും. പക്ഷെ ഭക്ഷണമാണെങ്കിൽ ചൂടാറിപ്പോവും. മഴയത്ത് ചൂടുഭക്ഷണം കിട്ടാത്തോണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അതെ, പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണമെന്നാ പറഞ്ഞേ. അതിന്റെ അർത്ഥം തണുത്ത ഭക്ഷണം തരണമെന്നല്ല. മഴയുടെ ആ രസം അങ്ങ് പോയി. അടുത്ത പ്രാവശ്യം മഴയത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ചൂടുള്ളത് തന്നെ നീ തരണം. അടുത്ത ദിവസം തൊട്ട് അവൾ അത് തന്നെ ചെയ്യും. ഒരു ദിവസം ടെറസിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ മണ്ണ് ചവക്കുകയും ചെയ്തു. അപ്പോഴേക്കും, ചേട്ടത്തി, ഇതെന്തോ ഭക്ഷണം? ഇതെന്താ മണ്ണ് കടിക്കുന്നുണ്ടല്ലോ ഇതില്? എന്റെ പൊന്നു നാത്തൂനെ, മഴയത്ത് കാറ്റത്ത് ഭക്ഷണം കഴിച്ചാൽ മണ്ണ് വരാതിരിക്കോ? ഇത് പരിപ്പാണോ വെള്ളമാണോ? ഞാൻ പരിപ്പ് കറി തന്നെ ഉണ്ടാക്കിയത്. മഴ നേരെയല്ലല്ലോ പെയ്യുന്നേ, അപ്പൊ ഇതിന്റെ അകത്ത് വീണ് കാണും. അവരെന്നും ഭക്ഷണം ഇതുപോലെ തന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ ആയി. മഴയത്ത് തൈര് കൂട്ടി ഭക്ഷണം കഴിച്ചപ്പോൾ ചിലവർക്ക് പനി പിടിച്ചു, ചിലവർക്ക് തുമ്മലും പിടിച്ചു. ഇപ്പൊ അവർക്ക് മഴയത്ത് ടെറസിൽ ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ലാണ്ടായി തുടങ്ങി. അങ്ങനെ അവരുടെ ആ ശീലം മാറി. അതിനുശേഷം എല്ലാവരും ഡൈനിങ് ടേബിളിൽ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. Thanks for watching.